ഹായ് വരാഹമിത്രം സുഹൃത്തുക്കളെ, ഒരു ശുദ്ധജൻസിൽപ്പെട്ട പെൺപന്നിയെ വ്യത്യസ്തമായ രണ്ട് ശുദ്ധജൻസിൽപ്പെട്ട ആൺപന്നികളെ കൊണ്ട് ഒരേ സമയം ക്രോസ് ചെയ്യിച്ചാൽ എന്തായിരിക്കും ഫലമെന്നറിയാൻ ചുമ്മാതെ ഒരു കൗതുകം. അതിൻ്റെ പുറത്ത് ലാർജ് ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട ഒരു പെൺപന്നിയെ തിരഞ്ഞെടുത്തു. ഇത് 100% ശുദ്ധ ജൻസാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, എങ്കിലും ഒരു 80% മുകളിൽ ലാർജ് ബ്ലാക്കിൻ്റെ ഗുണങ്ങളോട് കൂടിയ ഒരു പെൺപന്നിയാണിത്. ഇത് നമ്മുടെ ഇവിടെ തന്നെ പ്രസവിച്ചാണ്. ഇതിൻ്റെ അമ്മപ്പന്നിയും ആൺപന്നിയും ഒരു ബ്ലാക്ക് തന്നെയായിരുന്നു. ഉണ്ടായ കുട്ടികളെല്ലാം ബ്ലാക്ക് തന്നെയായിരുന്നു. ഏകദേശം ഒരു 80% മുകളിലും ലാർജ് ബ്ലാക്കിൻ്റെ ഗുണത്തോടു കൂടിയ ഒരു പെൺപന്നിയാണിത്. അതിനെ ആദ്യം കപ്പാട്ട് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന പ്യുവർ ബ്രീഡ് ലാർജ് വൈറ്റ് യോർക്ക്ഷയറുമായിട്ട് ക്രോസ് ചെയ്തു. അതിനുശേഷം 2-3 മണിക്കൂറിന് ശേഷം അതേ പെൺപന്നിയെ കപ്പാട്ട് ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പ്യുവർ ബ്രീഡായിട്ടുള്ള ഡ്യൂറോക്ക് ആൺപന്നിയുമായിട്ടും ക്രോസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആ പന്നി പ്രസവിച്ചു. 9 കുട്ടികളാണുള്ളത്. ഇതിൽ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൽ ദൈവം ഒരു ജൻസിനോടും പ്രത്യേക ഒരു പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്നാണ്. 9 കുട്ടികളിൽ 3 കുട്ടികൾ അമ്മപ്പന്നിയുടെ അതേ രൂപസാദൃശ്യമുള്ള ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ 3 വെള്ള നിറത്തിൽ ലാർജ് വൈറ്റ് യോർക്ക്ഷയറിനോട് ചേർന്നിരിക്കുന്ന കുട്ടികളും 3 കുട്ടികൾ ഡ്യൂറോക്കിൻ്റെ നിറത്തോടു കൂടി വന്ന 3 കുട്ടികളുമാണ്. കണ്ടപ്പോൾ ഒരു രസം. പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ശരിക്കും ഏത് ജനറേഷനിൽ വരും? അതാണ് നമ്മൾ F1 ജനറേഷൻ, F2 ജനറേഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിലിതിപ്പോൾ ഏത് ജനറേഷനിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ F1 തന്നെയാണ്. ഒറ്റ പ്രസവത്തിൽ തന്നെ നമുക്ക് ലാർജ് ബ്ലാക്ക് ലാർജ് വൈറ്റ് ക്രോസ് F1 ലാർജ് ബ്ലാക്ക് ഡ്യൂറോക്ക് ക്രോസ് F1 കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം രസകരമായ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.